സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാരണാസിയാണ്. നമ്മുടെ പുണ്യനദിയായ ഗംഗാ നദിയുടെ തീരത്താണ് വാരണാസി സ്ഥിതി ചെയ്യുന്നത്. വാരണാസിക്ക് 3 പേരുകളുണ്ട്. ഒന്ന് വാരണാസി, കാശി, ബനാറസ്. ഇത് 3ഉം ഒരു സ്ഥലം തന്നെയാണ്. വാരണാസി എന്ന് പേര് വരാൻ കാരണം വരുണ, അസി എന്ന 2 റിവറുകൾ ഒന്നു ചേർന്ന സ്ഥലമാണ്. ഈ ഗംഗാ നദിയുടെ ആ തീരമാണ് ഈ വാരണാസി എന്ന് പേര് വരാൻ കാരണം. ആ 2 പേര് ചേർന്നതാണ് വരുണ, അസി, വാരണാസി. ഇന്ത്യയുടെ തന്നെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണിത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ബ്രിക്കുകൾ വെച്ച് കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ ആദ്യം തന്നെ നമുക്ക് മണികർണിക കട്ടിലേക്ക് പോവാം. മണികർണിക കട്ടിന് ആ പേര് വരാൻ കാരണം മഹാദേവൻ്റെ കാതിലെ കമ്മലിൽ നിന്ന് ഒരു മണി അടർന്ന് ആ സ്ഥലത്ത് വീഴുകയും അങ്ങനെ ആ സ്ഥലത്തിൻ്റെ പേര് മണികർണിക കട്ടെന്നറിയപ്പെടുന്നു. ഒരിക്കലും ചിത അണയാത്ത ഒരു സ്ഥലമാണ് ഈ മണികർണിക കട്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ വാരണാസിയിൽ വരുമ്പോഴത്തേക്ക് ഈ മണികർണിക കട്ടും കൂടി സന്ദർശിക്കണം. കാരണം മനുഷ്യൻ്റെ അഹങ്കാരത്തിനും എല്ലാം മനുഷ്യൻ എന്താണ് അവസാനം ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം എന്ന് കാണിക്കുന്ന ഒരു കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നാണ് ഇവിടെ ബോഡി കൊണ്ടുവന്ന് കത്തിക്കുന്നത്. ഹിന്ദുമത വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗംഗാ നദിയുടെ തീരത്ത് ഇവരിങ്ങനെ ശരീരം കത്തിക്കുന്നത്. ഓരോരുത്തരും ഓരോ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നേരിൽ ഇവിടെ വന്ന് ഇങ്ങനെ അവരെ ആഗ്രഹമായിരിക്കും, ജന്മ സാഫല്യം എന്ന് പറഞ്ഞാൽ അവരെ ആഗ്രഹമായിരിക്കും ഇവിടെ തന്നെ അവർക്ക് മരിക്കണം, ഇവിടെ കൊണ്ടുവന്ന് അവരെ കത്തിക്കണമെന്നൊക്കെ. ഇവിടെ കൊണ്ട് അവരെ ദഹിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നേരിട്ട് തന്നെ സ്വർഗത്തിൽ പോവുകയും ചെയ്യാം. വേറെ ഇതൊന്നുമില്ല, അവർക്ക് സ്വർഗ്ഗലോകത്ത് എത്താൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള വിശ്വാസപ്രകാരമാണ് അവരിവിടെ കൊണ്ടുവന്ന് കത്തിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടത് അഘോരി ബാബേനെയാണ്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഗംഗാ നദി കരകവിഞ്ഞൊഴുകുകയായിരുന്നു. അത് കാരണം ഗംഗാ ആരതി അന്ന് കരയിൽ വെച്ചാണ് അത് നടന്നത്. എപ്പോഴും ഗംഗാ നദിയിൽ വെച്ചാണ് ആ പൂജ നടക്കുന്നത്. പക്ഷേ ഇപ്പം നടന്നത് ഗംഗാ നദിയിൽ വെളിയിൽ വെച്ചായിരുന്നു. വാരണാസി ക്ഷേത്രത്തിനകത്ത് മൊബൈലോ അല്ലെങ്കിൽ ക്യാമറ അങ്ങനെയൊന്നും അലൗഡ് അല്ല. അതുകൊണ്ടാണ് ക്ഷേത്രമൊന്നും ഞാൻ ഇതിൽ നിങ്ങളെ കാണിക്കാത്തത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കണം. കാരണം ആ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് എന്തോ ഒരു സമാധാനപരമായ ഒരു അനുഭൂതിയാണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാശി സന്ദർശിക്കണം. സുഹൃത്തുക്കളെ, നിർഭാഗ്യം വെച്ചാൽ ഗംഗാ ആരതി ഗംഗാ നദിയിൽ വെച്ചാണ് നടക്കുന്നത്. പക്ഷേ ഗംഗ കരകവിഞ്ഞൊഴുകുന്നത് കാരണം ഇപ്പോൾ പുറത്ത് വെച്ചാണ് അവർ ഇത് നടത്തണത്. അതിരാവിലെയാണ് ഈ പൂജ നടക്കുന്നത്. പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കാശി വിശ്വനാഥ ക്ഷേത്രം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ക്ഷേത്രം തീർച്ചയായിട്ടും സന്ദർശിക്കണം. കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് മനസ്സിന് ഒരു സന്തോഷം. എനിക്കത് അറിഞ്ഞുകൂടാ, അത് പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും നല്ലൊരു അനുഭൂതിയാണ് എനിക്ക് ഈ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോഴത്തേക്ക് നമുക്കുണ്ടാവണത്. അവിടെ പോയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അത് അറിയാൻ കഴിയും. അത്ര നല്ല ഒരു അനുഭൂതിയാണ് ആ ക്ഷേത്രത്തിനകത്ത് മഹാദേവനെ കണ്ട് തൊഴുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ മണികർണിക കട്ട് കണ്ട് നിങ്ങളാരും വിഷമിക്കുകയൊന്നും ചെയ്യരുത്. കാരണം ഞാൻ ആ വീഡിയോ ഒറിജിനലായി അവിടെ നടക്കുന്ന കാര്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ്. അവിടെ വന്ന് അവരെ ദഹിപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സന്തോഷമാണ് തോന്നണം. സന്തോഷമെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിനൊരു, കാരണം അവരാഗ്രഹിച്ചതുപോലെ തന്നെ ഗംഗാ നദിയുടെ തീരത്ത് സ്വർഗ്ഗലോകത്ത് അവരെത്തി എന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ വന്ന് അവരെ ദഹിപ്പിക്കാൻ വരണം അവരെ ബന്ധുക്കൾക്കൊക്കെ ഉള്ള ഒരു മനസ്സിനുള്ള ഇത്. പിന്നെ അവിടെ ഈ ഇങ്ങനെ ദഹിപ്പിക്കുന്നതിനൊക്കെ പൈസ എന്ന് വെച്ചാൽ ഈ 4000 രൂപ തൊട്ട് 8000 രൂപ വരെയാണ് അവർ ഒരു ബോഡി ദഹിപ്പിക്കുന്നതിന് അവർ വാങ്ങിക്കണത്. പിന്നെ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ അവർ എല്ലാമൊക്കെ ഒരുക്കിയൊക്കെ വച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളതിന് പൈസ കൂടുതൽ, അല്ലാതെയൊക്കെ ചെയ്യണത് അങ്ങനെയൊക്കെയാണ് സംഭവം. ഇത് കഴിഞ്ഞിട്ട് ഈ ചെയ്ത കത്തി തീർന്ന ഉടനെ തന്നെ അവർ ആ ഗംഗാ നദിയുടെ തീരത്തോട്ട് അതെല്ലാം കൂടെ നീക്കി വയ്ക്കും. അപ്പോൾ അതങ്ങ് നദിയിൽ കുറേശ്ശെ അങ്ങ് പോവും.
അങ്ങനെ മൊത്തം കത്തി തീർന്നിട്ടാണ് അങ്ങനെ ചെയ്യണത് അവർ. അപ്പോൾ ആദ്യമൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ പകുതി കത്തി തീരുമ്പോൾ തന്നെ അതിനെ എടുത്തങ്ങ് നദിയിലിടുമായിരുന്നു. ഇപ്പോഴത്തെ റൂൾസ് അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നദി മലിനമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മഹാദേവൻ്റെ ജടയിലൂടെ ഒഴുകുന്ന ഗംഗാ നദിക്ക് വേണ്ടി നടത്തുന്ന ആ ഗംഗാ ആരതിയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.